അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബയാസ് പീസ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളൊരിതാണ്. സ്ക്വയറിൽ ഞാൻ ജസ്റ്റ് പേപ്പറിൽ കാണിക്കുന്നതേ ഉള്ളൂ. തുണിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു പേപ്പറിൽ കാണിച്ചു തരുവാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിലെടുക്കാം. ഇത് ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് നിങ്ങളെ കാണിക്കുവാണ്. നമുക്ക് ഈ സ്കെയിലിൻ്റെ വീതി തന്നെ മതി. സ്കെയിലപ്പം നമ്മൾ സ്ക്വയറായിട്ടുള്ള ഒരു തുണിയിൽ നമ്മൾ ഒരു മൂലയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുക്കുകയാണ്. ആ ചരിച്ചിട്ട് പേന കൊണ്ട് വരച്ചേക്കുന്ന ആ ഒരു പോർഷൻ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന സ്കെയിലിൻ്റെ ആ വീതിയിലുള്ള പോർഷൻസ് മാത്രം നമുക്ക് ഈ ഒരു ബയാസ് പീസ് തയ്ക്കാനായിട്ട് മതി. അപ്പോൾ ബാക്കി രണ്ട് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ സ്കെയിലൊന്ന് ചരിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ചരിവ് മതി. ചരിച്ച് നമ്മൾ കൊടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു പേന കൊണ്ട് വരച്ച് പോർഷൻ കളഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി ലെങ്തുള്ള ഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. തുണിയിലും ഈ സെയിം മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുണിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്നോർത്തിട്ടാണ് ഞാൻ പേപ്പറിൽ ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് തുണിയിൽ എങ്ങനെയാണെന്നും കൂടി നോക്കാം കേട്ടോ. തുണി നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെങ്ത് എടുക്കാം. ഒരു മൂലയ്ക്കു നിന്നാണ് നമ്മൾ സ്കെയിലിൻ്റെ ലെങ്ത് എടുക്കുന്നത്. വീതി സ്കെയിലിന് അത്രയും തന്നെ വീതി മതി നമുക്ക് ബയാസ് പീസ് ചെയ്യുമ്പോൾ. അപ്പം സ്കെയിലിൻ്റെ അതിപ്പം കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാനും പറ്റില്ല. അളവെടുത്ത് വരയ്ക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും അത്. അപ്പോൾ ഒരു മൂലയ്ക്ക് നിന്ന് ചരിച്ച് താഴോട്ട് വരയ്ക്കുക. അങ്ങനെ ഫുള്ള് വരച്ചതിന് ശേഷം നമ്മൾ അത് തയ്ച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആണ് ഒന്നുകൂടി എളുപ്പം കിട്ടുന്നത്. അപ്പോൾ ഇത് വരച്ചിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. തുണിയിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സൈഡ് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം അതൊരു കറക്റ്റ് സ്കെയിലിൻ്റെ ലെങ്തിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വരച്ച പോർഷൻ ഒരു സ്കെയിലിൻ്റെ ലെങ്ത് വിട്ട്, അതായത് ഒരു വീതി വിട്ടതിന് ശേഷമാണ് രണ്ടാമത്തെ ആ ഒരു പോയിന്റ് തൊട്ടാണ് തുണി യോജിപ്പിച്ച് വെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം കണ്ടോ. നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് ഇങ്ങനൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അത് തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ പറയുമ്പോൾ മനസ്സിലാവത്തില്ല, ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ആ രണ്ട് സൈഡിലൊന്നേരം ഗ്യാപ്പ് വീഴും. ആ ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം നമ്മൾ നേരെ തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ഓരോ ലൈനും നമ്മൾ മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുണ്ടോ, നമ്മൾ ഓരോ ലൈനായിട്ട് മുറിച്ച് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്.